കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതേ, നമ്മുടെ കാൽ വഴുതുവാൻ സമ്മതിക്കാതെ നമ്മളെ കാക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ, ദൈവത്തിൻ്റെ കാവലുകൾ എല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ നമ്മെ മറന്നുകളയാത്ത ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നിട്ട് ദൈവം പറയുന്നു, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഒരു പറച്ചിലിൻ്റെ മറുപടിയായി ദൈവം നൽകുന്ന വാത്സ്യത്തിൻ്റെ ഒരു സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ സിയോൻ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന്. എന്നാ ദൈവം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അതേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കില്ല, കരുണ കാണാതിരിക്കത്തില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അമ്മ വേദനയോട് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അവരോട് കരുണയില്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ നാം കേട്ടും അറിഞ്ഞും ഇരിക്കുന്നവരാണ്. അമ്മയുടെ സ്നേഹം ഏറ്റവും ആഴമുള്ള സ്നേഹമായി നാം കാണുന്നു. അമ്മ കുഞ്ഞിനെ മറക്കുന്നത് അസാധാരണമായ സംഗതിയാണ്. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായത്തിൻ്റെ 24 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആരാം രാജാവ് ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ ആ പട്ടണത്തിനകത്ത് വലിയ ക്ഷാമമുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ഒരു സ്ത്രീ നൊന്ത് പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ ആഹാരമാക്കി മാറ്റിയ സംഭവം വളരെ വേദനയോടുകൂടിയാണ് നാം വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ സ്നേഹം മാറിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറുകയില്ല എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്നെ ദൈവം മറന്നോ, ദൈവമേ നിന്റെ മുഖം നീ മറച്ചു കളഞ്ഞുവോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എങ്കിലും കൂടെയുണ്ട്, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും നമ്മളെ മറക്കാതെ നമ്മെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ്. ലോകം നമ്മളെ മറക്കും, സ്നേഹിതർ നമ്മളെ മറക്കും, ഒരുപക്ഷെ നൊന്ത് പ്രസവിച്ച മക്കൾ നമ്മളെ മറക്കും. എന്നാൽ അവൻ ഒരിക്കലും നമ്മളെ മറക്കുന്ന ദൈവമല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? എന്നെ ഓർക്കുവാൻ ആരുമില്ലല്ലോ, എന്നെ കരുതുവാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? ഇല്ല, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അന്ത്യം വരെ നിന്നെ ഓർത്ത് പരിപാലിക്കുവാൻ, നീ നരയ്ക്കും വരെ നിന്നെ ചുമക്കുവാൻ, ചുമന്ന് വിടുവിക്കുവാൻ, കൈകളിൽ വഹിക്കുവാൻ, പരിപാലിപ്പാൻ, നിന്നെ താങ്ങുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു. കർത്താവ് പറയാണ്, ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ലോകം നമ്മളെ മറക്കത്തില്ല എന്ന് നാം ചിന്തിച്ചവർ ഒരുപക്ഷെ മറന്നു പോകും. എന്നാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്നെ ഓർത്തനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്.
അതേ, മറക്കാത്ത ദൈവം, ഓർത്ത് അനുഗ്രഹിക്കുന്നവനായ ദൈവം, നിന്റെ രോഗത്തിൽ, നിന്റെ കഷ്ടത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ ആകുലതയിൽ നിന്നെ മറക്കാതെ നിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം. അത് ഏതാണ്ട് 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരയിൽ കിടന്നതായിട്ടുള്ള ആ മനുഷ്യനെ എല്ലാവരും മറന്നു. വർഷങ്ങൾ ഒത്തിരിയായി. അവനെ കാണുവാൻ ആരും വരുന്നില്ല, അവനെ സഹായിപ്പാൻ ആരും വരുന്നില്ല. യേശു അവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവനവൻ്റെ സങ്കടം പറയുന്നു. കർത്താവേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ഓർക്കുവാൻ ആരുമില്ല, എൻ്റെ അവസ്ഥ കാണുവാൻ ആരുമില്ല എന്നവൻ അവൻ്റെ സങ്കടങ്ങൾ യേശുവിനോട് പറയുകയാണ്. കർത്താവിനോട് പറയുക, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. യേശു അവനെ ഓർത്തില്ലായിരുന്നുവെങ്കിൽ, യേശു അവൻ്റെ അടുക്കലേക്ക് ചെന്നില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം നരകതുല്യമായി, അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നു. എന്നാൽ നരകതുല്യമായ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ വിഷമത മനസ്സുകളെ, അവൻ്റെ ദുഃഖ സാഹചര്യങ്ങളെ യേശു മാറ്റിക്കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ മറക്കുന്ന ദൈവമല്ല, അവൻ ഓർക്കുന്ന ദൈവമാണ്. എല്ലാവരും നിന്നെ കൈവിട്ടാലും അവൻ നിന്നെ കൈവിടുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ആ വാക്കുകളെ നമുക്ക് ഏറ്റെടുക്കാം. അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആരൊക്കെ മറന്നാലും മറക്കാത്ത ദൈവം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൽ നമുക്ക് ആ ദൈവത്തെ നമുക്ക് ഏറ്റുപറയാം. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ മറക്കുന്ന ദൈവമല്ല, ഓർത്ത് നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഉപേക്ഷിക്കയില്ല, നമ്മെ മറന്നുകളയില്ല. അവൻ നമുക്ക് വേണ്ടി കരുതും എന്നുള്ളതാണ്. ഈ വചനം നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ. അതെ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. ആ വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അതേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ഞങ്ങളെ മറക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കും. എന്നാൽ ദൈവം സംസാരിക്കുന്നല്ലോ, ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. എൻ്റെ കേൾവിക്കാരെ ഓർത്ത് സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിന്മേൽ ആവശ്യമുള്ള സൗഖ്യം, ആവശ്യമുള്ള വിടുതലുകൾ, സമാധാനം നൽകി അവരെ ആസ്വദിക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കർത്തൃസൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പുതിയ ശക്തി ലഭിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.